ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് നല്ല പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പോൾ ഇവിടെ നിന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഒന്ന് കഴുകി ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇത് കൈകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഒന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചി എടുക്കുന്നതിന് പകരം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടിന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട രണ്ടും ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ മുട്ട ഇവിടെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മല്ലിയിലയാണ്. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇതിവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡും എടുത്ത് ഇതിൻ്റെ 4 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് ആണെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഇപ്പം നമ്മളിവിടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് ഒട്ടി കിട്ടുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ പേസ്റ്റ് പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. 4 സൈഡിലും ഇതുപോലെ മൈദ പേസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്നത് മയോനൈസാണ്. നമുക്കിവിടെ 1 ടീസ്പൂൺ മയോനൈസ് ഈ സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. മയോനൈസ് ഓപ്ഷനിലാണ്. നമ്മുടെ കയ്യിൽ മയോനൈസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മയോനൈസ് തേച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഈ ഒരു സ്നാക്കിന്. മയോനൈസ് ഇങ്ങനെ ഒന്ന് തേച്ചതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് മടക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ 4 സൈഡും ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അതുപോലെ എണ്ണയ്ക്ക് പകരം നമുക്ക് ബട്ടർ എടുക്കാവുന്നതാണ്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയ ശേഷം നമുക്കിത് പാനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഒരേ സമയം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തീച്ചിട്ട് കൊടുത്ത് 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ സ്പാച്ചില കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് 4 സൈഡും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കണം. ഇപ്പം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.